മണി പ്ലാന്റ് മണ്ണിലല്ലാതെ നമുക്ക് വെള്ളത്തിലും വളർത്താം. ഞങ്ങളുടെ വീട്ടിൽ വെള്ളത്തിൽ വളർത്തുന്ന മണി പ്ലാന്റാണിത്. ടി വിയുടെ സൈഡിലത്തെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നു. 3 ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കുറേ നാളുകളായി വളരെ ഭംഗിയായിട്ട് വളരുന്നുണ്ട്. പ്രത്യേകിച്ച് വളമോ ഒന്നും കൊടുക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ വേരുകൾ വലുതായിട്ട് വരുമ്പോൾ ഇടയ്ക്കൊക്കെ വേരുകൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. വെള്ളം കുറഞ്ഞു എന്ന് തോന്നുമ്പോഴും ചൂട് സമയമാകുമ്പോൾ വെള്ളം ധാരാളം ഈ ചെടികൾ അബ്സോർബ് ചെയ്യും. കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനുള്ള പ്രത്യേകത. വാഷ് ബേസിൻ്റെ അടുക്കലും ഒരു കുപ്പിയിൽ കുറേ തണ്ടുകൾ ഞാൻ എടുത്തു വെച്ചു. അതിനധികം വേരിടില്ല എങ്കിലും നല്ലതായിട്ട് അത് ജസ്റ്റ് ഉണങ്ങിപ്പോകാതെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറുക മാത്രം ചെയ്താൽ മതി. സിറ്റൗട്ടിൻ്റെ അരമതിലിനോട് ചേർന്ന് 2-3 ചട്ടികളിൽ ഇതേപോലെ വെള്ളത്തിൽ മണി പ്ലാന്റുകൾ ഞാൻ വളർത്തുന്നുണ്ട്. അതിൻ്റെ വേര് ധാരാളമായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്നും അത് കട്ട് ചെയ്തിട്ടില്ല. വെള്ളം മാത്രം ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോളില്ലാത്ത ചട്ടികൾ വേണം ഇതിന് തിരഞ്ഞെടുക്കാൻ, ഇല്ലെങ്കിൽ വെള്ളം മുഴുവനും ഒഴുകിപ്പോകും. സൺറൈസ് കിട്ടുന്ന സ്ഥലത്തിലാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഇലകൾക്ക് നല്ല നിറം കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ ഡാർക്ക് പച്ചയായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. അതുമാത്രം ഒന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഇതും ഭംഗിയായിട്ട് വളരുന്നുണ്ട്. മണ്ണിൻ്റെ ആവശ്യമില്ല. നമുക്ക് വെള്ളത്തിൽ തന്നെ ഈ മണി പ്ലാന്റുകൾ വളർത്താം. സെറ്റിയോട് ചേർന്നുള്ള ടീപ്പയിലും മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 2-3 റോസാ പുഷ്പങ്ങളും കൊണ്ട് അതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്, ഭംഗി കിട്ടാനായിട്ട്. അതും ഭംഗിയായിട്ട് വളരുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ വെള്ളം തട്ടിപ്പോകാതെ സൂക്ഷിക്കാൻ മാത്രമാണ്. അതിൻ്റെ അടിയിൽ ഞാൻ വേറൊരു ഒരു പ്ലാസ്റ്റിക് പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് അതും വളരുന്നു. ഫ്രിഡ്ജിൻ്റെ മുകളിലും അല്പം കൗതുകത്തിന് വേണ്ടി ഒരു ഫ്ലവർ വേസിൻ്റെ പാത്രത്തിലും അല്ലാതെ ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിലും മണി പ്ലാന്റ് വളർത്തുന്നുണ്ട്. രണ്ടിലും വെള്ളം മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറിക്കൊടുക്കുക. വീട്ടിൽ കയറി വരുന്നവർക്ക് ഇത് കാണാനൊരു കൗതുകമാണ്. നമുക്ക് പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നുമില്ല. വെള്ളം മാത്രം മാറ്റിക്കൊടുത്താൽ മതി. മറ്റ് ചിലർ പറയുന്നുണ്ട് പഞ്ചസാര അല്ലെങ്കിൽ വിനീഗറൊക്കെ 2 ഡ്രോപ്പ് ഒഴിച്ചാൽ നല്ല ഫ്രഷായിട്ട് നിൽക്കുമെന്ന്, മുട്ടത്തോട് പൊടിച്ചിടാൻ പറ്റുന്നു. അതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കി.